ഹലോ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരു എഗ്ഗ് കറി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു പാത്രം എടുക്കുക. അതിലോട്ട് കുക്കറായാലും മതി കേട്ടോ. കുറച്ച് സവാള, കുറച്ചൊക്കെ കട്ടിയുണ്ടായാലും കുഴപ്പമില്ല, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, പച്ചമുളക്, തക്കാളി ഇതൊക്കെ അരിഞ്ഞിടുക. അതൊക്കെ ആവശ്യത്തിന് എടുക്കുക കേട്ടോ. എന്നിട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളവും പാർന്നിട്ട് വേവിക്കാൻ വെക്കുക. ഇനി അത് നന്നായിട്ട് തിളക്കാൻ തുടങ്ങുമ്പോൾ അതിലോട്ട് ജീരകവും, വലിയ ജീരകവും, ചെറിയൊരു പീസ് കറാമ്പട്ടയും ഒന്ന് ചതച്ചെടുത്തത് ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് വെന്ത് നല്ലാണ്ട് ഫ്ലെയിം ഓഫാക്കി വെക്കുക. ഒന്ന് ചൂടാറി കഴിയുമ്പോൾ മിക്സിൻ്റെ ജാറിലോട്ടിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുക കേട്ടോ. ഇനി അരച്ച് വെച്ച മിക്സ് മാറ്റി വെക്കുക. എന്നിട്ട് വേറൊരു പാത്രം എടുത്തിട്ട് അതിലോട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലോട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുത്ത് അതൊന്ന് പൊട്ടി വരാനായിട്ട് വെയിറ്റ് ചെയ്യുക. കടുക് പൊട്ടി വരുമ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം കേട്ടോ. എൻ്റെ കയ്യിലിപ്പോൾ കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാട്ടോ. എന്നിട്ട് പിന്നെ കുറച്ച് ചീരുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കുക, കുറച്ച് സവാള, പിന്നെ കുറച്ച് പച്ചമുളക്, ഇതൊക്കെ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ഇനി ലോ ഫ്ലെയിമിലിട്ടിട്ട് അത് ഒന്ന് ബ്രൗൺ കളറാവുന്ന വരെ വെക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ഏലക്കായ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാണ്. ഇനി ഇത് നന്നായിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്യണം കേട്ടോ. നന്നായിട്ട് തുറന്ന് വെച്ച് തന്നെ കുക്ക് ചെയ്താൽ മതി. ഇനി സവാളൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് ചിക്കൻ മസാലപ്പൊടി ഞാൻ ഇട്ട് കൊടുത്തത്. അതല്ലെങ്കിൽ ഗരം മസാല ഇട്ട് കൊടുത്താലും മതി. എന്നിട്ട് നന്നായിട്ട് അത് ചേർത്ത് കൊടുത്ത് പൊടികളൊക്കെ കരിഞ്ഞു പോവാതെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി അത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് സെറ്റായി വരുമ്പോൾ അതിലോട്ട് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ പേസ്റ്റ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ആ വെള്ളവും ഇതൊക്കെ ചേർത്തിട്ട് നമ്മൾ വെച്ചണല്ലോ, ആ ഒരു പേസ്റ്റ് അതിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. കുറവ് തോന്നുകയാണെങ്കിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക. ഇനി അത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇനി ഫ്ലെയിമൊക്കെ കൂട്ടി കൊടുക്കുക കേട്ടോ. അതിലോട്ട് പുഴുങ്ങി വെച്ചിട്ടുള്ള എഗ്ഗാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ആവശ്യമുള്ള അത്ര എഗ്ഗിൽ ചേർത്ത് കൊടുക്കാം. ഇനി അതിങ്ങനെ കുറച്ച് തിളപ്പിക്കുക. ഈ ഒരു ടൈമിൽ മല്ലിച്ചപ്പൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ അതും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല. ഇനി ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. അപ്പോൾ ടേസ്റ്റ് ആയിട്ടുള്ള എഗ്ഗ് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും. ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ, യൂസ്ഫുൾ ആണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.